പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേയും തന്നെ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. എല്ലാ ഞെരുക്കങ്ങളിലും സങ്കടങ്ങളിലും ദുരന്തങ്ങളിലും ദൈവം നമ്മെ രക്ഷിക്കണമെങ്കിൽ, സംരക്ഷിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ നാമത്തെ ഭയപ്പെടണം. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് നാം പാപം ചെയ്യാതെ നമ്മെ രാവും പകലും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തെ സ്നേഹിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം അധ്വാനശീലരായിരിക്കണം എന്നും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നാം ഇടപെടാതെ നമ്മുടെയും മറ്റുള്ളവരുടെയും സമാധാനവും സന്തോഷവും നശിപ്പിക്കരുത് എന്നും തന്നെ. നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതത്തിൽ നമുക്ക് ഒരു സമാധാനവാഹകരാകാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ചാണ്. എല്ലാം നിമിഷങ്ങൾക്കകം നശിച്ചു പോകാം, എന്നാൽ നമ്മുടെ ആത്മാവ് നശിച്ചു പോകുവാൻ നമ്മൾ അനുവദിക്കരുത്. സഹനങ്ങൾ നമ്മൾ ദൈവരാജ്യത്തെ പ്രതി സഹിക്കേണ്ടി വരും. ശാരീരിക മാനസിക പീഡനങ്ങളുടെ കൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ നാം സ്വർഗരാജ്യത്തെ പ്രതി അവസാനം വരെ പിടിച്ചു നിന്നാൽ നമ്മുടെ ജീവൻ നമ്മൾ സ്വർഗത്തിൽ നേടും. യേശുവിന് നാം സാക്ഷ്യം വഹിക്കുന്നതിൽ ഭയപ്പെടേണ്ട. കാരണം അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുകയും ജ്ഞാനവും കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ചെയ്യും. സ്വർഗത്തിനു വേണ്ടി ജീവിക്കാം, നിറയെ ആത്മാക്കളെ നേടാം. അതിനായിട്ടുള്ള കൃപാ വരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.